ആകാശവാണി 102.7 മഞ്ചേരി FM. ബാലലോകം. ബാലലോകത്തിൽ ഇന്ന് കടന്നമണ്ണ മാദൻ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പ്രിയങ്കരമായ മഞ്ചേരി FM-ന്റെ ബാലലോകം പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങൾ കടന്നമണ്ണ മാദ്യം പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്കൊപ്പം ഞാൻ നദ, ഞാൻ റന. ഇന്നൊരു സന്തോഷമുള്ള ഞായറാഴ്ചയാണ്. നിങ്ങൾ വീട്ടിലിരുന്ന് കളിക്കുകയാണോ അതോ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണോ? എന്തു ചെയ്യുകയാണെങ്കിലും ഈ ഒരു മണിക്കൂർ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. പാട്ടുകൾ, കഥകൾ, കുസൃതി ചോദ്യങ്ങൾ, പുതിയ അറിവുകൾ, അങ്ങനെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഈ ബാലലോകത്തിലൂടെ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ പോവുകയാണ്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നിരവധി വേദികളിൽ തന്റെ മാധുര്യമാർന്ന ശബ്ദം കൊണ്ട് ഞങ്ങളെല്ലാം വിസ്മയിപ്പിച്ച മൈദൻ സ്കൂളിലെ അഭിമാനമായ ഹെല ഫാത്തിമ നിങ്ങൾക്കായി ഒരു അതിമനോഹരമായ ലളിതഗാനമാണ് ആലപിക്കുന്നത്. കവിതയുടെ ഭംഗിയും സംഗീതത്തിന്റെ മാധുര്യവും ഒത്തുചേരുന്ന ഈ ഗാനം സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സമർപ്പിക്കുന്നു. ഏതോ പാടി പാടും പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തുമേ രാഗതരങ്ങളിൽ ആരാമമുണരാതെ വരുമോ? ഏതോ പാടി പാടുമി പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നീർമാതളം പൂക്കും നിളയുടെ സംഗീതം പ്രണയനിലാവിൻ്റെ മൃദുതാളം നീർമാതളം പൂക്കും നിളയുടെ സംഗീതം പ്രണയനിലാവിൻ്റെ മൃദുതാളം എത്രയോ രാഗത്തിൽ ഏതോ ഭാവം നിറയും ഹൃദയം തരുമോ നീ? എത്രയോ രാഗത്തിൽ ഏതോ ഭാവം നിറയും ഹൃദയം തരുമോ നീ? ഏതോ പാടി പാടുമി പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നീർമാതളം പൂക്കും നിളയുടെ സംഗീതം പ്രണയനിലാവിൻ്റെ മൃദുതാളം നീർമാതളം പൂക്കും നിളയുടെ സംഗീതം പ്രണയനിലാവിൻ്റെ മൃദുതാളം എത്രയോ രാഗത്തിൽ ഏതോ താളം നിറയും ഹൃദയം തരുമോ നീ? എത്രയോ രാഗത്തിൽ ഏതോ താളം നിറയും ഹൃദയം തരുമോ നീ? ഏതോ പാടി പാടുമി പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തും
ഭാവങ്ങളെ. സന്തോഷം നിറഞ്ഞ ഈ നിമിഷത്തിൽ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം ഈ കുഞ്ഞു മനസ്സുകളിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഇനി നിങ്ങൾക്കായി ഒരു പ്രത്യേക സമ്മാനമാണ്. നമ്മുടെ നാളെയുടെ വാഗ്ദാനങ്ങളായ KG ക്ലാസ്സിലെ കുട്ടിത്താരങ്ങൾ അവരുടെ കൊച്ചു കൈകൾ ചേർത്ത് പിടിച്ച് കുഞ്ഞിക്കിളികൾ പാടും പോലെ ഒരു മനോഹരമായ ദേശഭക്തി ഗാനം ആലപിക്കുവാൻ പോവുകയാണ്. പാടുന്നവർ ഫാത്തിമ ബർസ, ഐമി അസ്ലിൻ, ഇവ ഇഷ, സെയ്ദത്ത് ഹിസ, സെയ്ദ ആമിന സൈത്തൂന, സെയ്ദത്ത് ഖദീജ ഹുബാബ, ഐറ ഫാത്തിമ. ഞാൻ പിറന്ന മണ്ണ്, ഇതു ഗാന്ധി പിറന്ന മണ്ണ്, നമ്മുടെ സ്വന്തം നാട്, ഇത് ഭാരത നാട്, ഇത് ഭാരത നാട്. ഞാൻ പിറന്ന മണ്ണ്, ഇതു ഗാന്ധി പിറന്ന മണ്ണ്, നമ്മുടെ സ്വന്തം നാട്, ഇത് ഭാരത നാട്, ഇത് ഭാരത നാട്. എന്നൊരു പൂവാടി, സുന്ദരമായൊരു പൂവാടി, പലവിധ പൂക്കൾ മണമേകി, പലവിധ പൂക്കൾ മണമേകി, നാനാജാതി മണങ്ങൾ ചിന്തകൾ രസവിധാനം നിറമേകി, ഒത്തുപിടിച്ചൊരു മലർവാടി, ഒത്തുപിടിച്ചൊരു മലർവാടി. ഞാൻ പിറന്ന മണ്ണ്, ഇത് ഗാന്ധി പിറന്ന മണ്ണ്, നമ്മുടെ സ്വന്തം നാട്, ഇത് ഭാരത നാട്, ഇത് ഭാരത നാട്. അറബിക് സാഹിത്യം സമുദ്രം പോലെ ആഴമുള്ളതാണ്. വാക്കുകളുടെ സൗന്ദര്യവും ആശയങ്ങളുടെ ഗാംഭീര്യവും ചേരുമ്പോൾ പിറക്കുന്ന ഓരോ കവിതയും കാലാതിവർത്തിയായി നിലകൊള്ളുന്നു. സൗഹൃദത്തിന്റെ, വിരഹത്തിന്റെ, പ്രണയത്തിന്റെ അതോ പ്രകൃതിയുടേതോ? ഈ കവിത ഏത് ഭാവത്തിലാണ് നിങ്ങളെ സ്പർശിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. آهم بخطر نازل بكيرلا مطر عزير والسيول المعضلا في عام 2018 في شهر آب الموسم مفضلا ما سجل التاريخ في صفحاتها سيل عريم مثل فيضان على ماء عزير فاض من أنهارنا تجري بريح صرصر سواحلا فتحت نوافذ للسدود وقنطرا من دون إنذار يفيد الفيصلا صار البلاد كيما أعداء والموج يكذف بالجثث معفلا. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹൈഫ കെയുടെ ഈ വരികൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. നമ്മുടെ മണ്ണിന്റെ, കേരളത്തിന്റെ സാംസ്കാരിക തനിമയാണ് മാപ്പിളപ്പാട്ടുകൾ. അറബിക്കടലിന്റെ അലകളും മലയാളത്തിന്റെ മധുരവും ഒത്തുചേരുന്ന ആ ഗാനധാര. കല്യാണപ്പന്തലുകളിലും ദഫ്മുട്ടിലും കോൽക്കളിയിലും ആവേശം നിറയ്ക്കുന്ന ആ ഇശലുകൾ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആവേശകരമായ ഒരു സംഘഗാനമാണ്. നാട്ടുരുചിയുള്ള വരികളും ഉണർവേകുന്ന താളവും ഇതിനു വേണ്ടിയാണ് നിങ്ങൾ കാത്തിരുന്നതെങ്കിൽ താളം പിടിക്കാൻ തയ്യാറായിക്കോളൂ. ഈ സംഘഗാനം അവതരിപ്പിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് 10ാം ക്ലാസ്സുകാരായ ഷഹീർ, മഷൂദ്, ഹാദി, മിൻഹാജ്, മുദസ്സിർ. ഹക്കാനെ കോനമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവാ
ഹാരേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ പാറാൽ പോറുത്ത പിറകെ ഹക്കാന കോനമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവാ ഹാരേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ പാറാൽ പോറുത്ത പിറകെ തരുളവരരുളീടും ചൊടി ചൊടി ഷറഫൂറ്റ തക തങ്ക കൊതി കൂട്ടിയിട്ടതു മിക മികവൂറ്റ തരുളവരരുളീടും ചൊടി ചൊടി ഷറഫൂറ്റ തക തങ്ക കൊതി കൂട്ടിയിട്ടതു മിക മികവൂറ്റ തങ്ക തിങ്കളതിർപ്പത്താൽ തിരുതടവാലേ ചൊങ്കിലെങ്കി പൊങ്കി വിളങ്കി ലെങ്കിറങ്കി മിന്നി തിളങ്ങി ചൊങ്കിലെങ്കി പൊങ്കി വിളങ്കി റെങ്കിലെങ്കി മിന്നി തിളങ്ങി മധുമിതു മതിയേ ഏറ്റമുറ്റമല കുറ്റമുറ്റമോടെ ചൊടി മുടി കണ്ടേ തരമിലും തരുളവരണ്ടേ ജബലുകൾ ജമലുകൾ കണ്ടേ മിസ് അബ് ഉമേറവർ വിണ്ടേ ബഹറി മോജ തരമിൽ നീജ കുതുല മകമിൽ പടമ പദമ കുതുമ കലമിൽ നടുകയഗമിൽ ബഹറി മോജ തരമിൽ നീജ കുതുല മകമിൽ പടമ പദമ കുതുമ കലമിൽ നടുകയഗമിൽ ദിനം ക്ഷണം ഗണം ഗുണം മനദന മുനസുനം ഇണക്ഷണം ഗണം ഗണം ഗുണം മനദന സൂനം സൈഫുല്ലാ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹ് സൈഫുല്ലാ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹ് ബഹറി മോജ തരമിലേജ കുതുല നഗമിൽ പടമ പദമ കുതുമ കലമിൽ നടുകയഗമിൽ ബഹറി മോജ തരമിലേജ കുതുല മഗമിൽ പടമ പദമ കുതുമ കലമിൽ നടുകയഗമിൽ തേൻകുളർ കസ്തൂരിവാസം പൂങ്കമഴ്ന്തമാനെ ദേവികൾ കരശു പറ്റ ഫാത്തിമാബി തേനെ തേൻകുളർ കസ്തൂരിവാസം പൂങ്കമഴ്ന്തമാനെ ദേവികൾ കരശു പറ്റ ഫാത്തിമാബി തേനെ മണ്ഡലമെങ്കും കമളേ മണ്ഡലം പൊള്ളോർപ്പുകളെ സങ്കട റഹ്മത്ത് നീള സങ്കടം ചെർക്കൂ തരുളേ താങ്കുത്ത കുമി തേങ്കുത്തയക താം തകുജ ഗുജം ജഗുജം താങ്കുത്ത കിടത്തോ പുതുകിടത്ത മൃദ തരന്ത തിമൃത തിന്തരം തകു തക്കു തരണം തരികിട താങ്കുത്ത കിടത്തോ ഉണ്ടനും മിഷ്കാത്ത് പാർക്കിൽ വന്നിടം ഹൂറും നിസാവരാം പരിശാനകും വടിവാൾ പുകമാ വിളമ്പിടലായി അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവായി ഉണ്ടനും മിഷ്കാത്ത് പാർക്കിൽ വന്നിടം ഹൂറും നിസാവരാം പരിശാനതും വടിവാൽ പുകമാം വിളമ്പിടലായി അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവായി മാനിതം കേഴുങ്കൾ താനവൻ തേനിശെങ്കും തികപതിയെങ്കും മതിറങ്കിൽ മഹബൂബർ തായിഫ് മന്നമലങ്കിതം ചാറ്റി മുന്നവരും വിധമാട്ടി മെഹമൂദരെ തിരുവതിരതിൽ ചെപ്പിടകിപ്പടി തുട്ടര തട്ടമിച്ചിപ്പമ്മ ചപ്പിയിൽ മുത്തലി തിട്ടവർക്കോടും ചടരോടും കൊതികേട് കാട് മോദിയ അതൂ അല്ലാ മാനിതം കേഴുങ്കൾ താനവൻ തേനിശെങ്കും തികപതിയെങ്കും മതിറങ്കിൽ മഹബൂബർ തായിഫ് മന്നമലങ്കിതം ചാറ്റി മുന്നവരും വിധമാട്ടി മെഹമൂദരെ തിരുവതിരതിൽ ரஜபி ஹதீஜத்துங்கள் கனவாலேறி வந்து ரஹ்மத்தொளிவாயிலங்கும் அருணன்னே புணர்ந்து ரஜபி ஹதீஜத்துங்கள் கனவாலேறி வந்து ரஹ்மத்தொளிவாயிலங்கும் അരുളന്നെ പുണർന്ന് അജബാറാണി വിണ്ടും അറുളോ മേറി ചന്തം അടരാണി തപസിൽ അറുളോ മേറി ചിന്തും ഷറഫാം തിരുകിർഫാം ഇവർ പാകി വസന്തം പൂകി സുഗന്ധം പാകി വസന്തം പൂകി സുഗന്ധം റജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുണന്നെ പുണർന്ന് റജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുണന്നെ പുണർന്ന് മക്കാപ്പൊരിയാകെ ആഘോഷരാവ്
മഹിമ ഖുറൈശിയിൽ കല്യാണരാവ് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശിയിൽ കല്യാണരാവ് മെഹബൂബ് നൂറുൽ അമീനോരെ രാവ് മെഹബൂബ് നൂറുൽ അമീനോരെ രാവ് മുഹബത്തിൻ ബീവി തോഹിറ വിളങ്ങും രാവ് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശിയിൽ കല്യാണരാവ് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശിയിൽ കല്യാണരാവ്. പ്രിയ ശ്രോതാക്കളെ, മനസ്സുകളുടെ ലോകത്തേക്ക്, ചിന്തകളുടെ ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള മാന്ത്രിക ശക്തി കഥകൾക്കുണ്ട്. സംസാരിക്കുന്ന വാക്കുകളിലൂടെ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ഒരു കൊച്ചു പ്രതിഭയാണ് ഇഷ മെഹറിൻ. 1ാം ക്ലാസ്സുകാരിയാണ് ഈ മിടുക്കി. കേൾക്കാം, ആസ്വദിക്കാം ഒരു കൊച്ചു കഥ. മാനസദസ്സിന് നമസ്കാരം. വിശപ്പ് സഹിച്ചവനെയും പച്ചവെള്ളത്തിന് മധുരമറിയാമെന്നൊരു ചൊല്ലുണ്ട്. നാം ഇന്ന് എന്ത് സമ്പത്തിലാണ് ജീവിക്കുന്നത്? നമുക്കിഷ്ടമുള്ള ഭക്ഷണം, വസ്ത്രം, ആവശ്യാനുസങ്ങൾ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത കുറേ കുഞ്ഞുങ്ങൾ നമ്മളുടെ ചുറ്റുപാടും ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ബാലൻ്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ കഥയുടെ പേരെന്താണെന്നോ? ആഗ്രഹം. ഒരിടത്തൊരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഓലമേഞ്ഞ ഒരു കൊച്ചു കുടിലിൽ ഒരു ബാലൻ താമസിച്ചിരുന്നു. ആ ബാലൻ്റെ പേരെന്താണെന്നോ? കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞിരുന്നില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യവുമായിരുന്നു അവന് കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാത്ത അവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. ഇതൊക്കെ കണ്ട് അവൻ്റെ അമ്മ അവനൊരു സർക്കാർ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗുകൾ, ചെരുപ്പുകൾ, ഇതൊക്കെ കണ്ട് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അമ്മക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാബു എന്നൊരു സുഹൃത്തിനെ ലഭിച്ചു. അവൻ വലിയ ധനികനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ അതോ ഓടാണോ? ബാബു പറഞ്ഞു, മാളികപ്പുരമുള്ള വീട്. കുട്ടൻ അതിശയോട് ചോദിച്ചു, മാളികപ്പുരമുള്ള വീടോ? ബാബു പറഞ്ഞു, നീ അങ്ങനെയുള്ള വീടൊന്നും കണ്ടിട്ടില്ലേ? ഞാൻ നിന്നെ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. വീട് കണ്ടത് കുട്ടൻ ഞെട്ടിപ്പോയി. ഇതെന്താ കൊട്ടാരം പോലെയുണ്ടല്ലോ. അവർ വാതിൽ തുറന്നതും ബൗ ബൗ കുട്ടൻ പേടിച്ചു. നോക്കിയപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീട്. ആ വീട്ടിനുള്ളിൽ എന്താണെന്നോ? വലിയൊരു പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിൻ്റെ മുമ്പിൽ എന്താണെന്നോ? വലിയൊരു പാത്രം നിറയെ ഭക്ഷണം. ഇത് കൊണ്ട് കുട്ടൻ്റെ വായിൽ വെള്ളമറി. ഒരിക്കൽ സ്കൂളിൽ ടീച്ചർ എല്ലാവരോടുമായി ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകാനാ ഇഷ്ടം? ഇതു കേട്ടതും കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. ഇതു കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ചിരി അധികം നേരം ഉണ്ടായില്ല. കുട്ടൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും അവനെ സഹായിച്ചു. അങ്ങനെ കുട്ടൻ കഷ്ടപ്പാടിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പഠിച്ചുയരങ്ങളിലേക്കെത്തി. കൂട്ടുകാരെ, നമുക്ക് ഈ കഥയിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ആഗ്രഹങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉയരങ്ങളിലെത്താൻ സാധിക്കൂ. കുട്ടൻ്റെ ജീവിതം നമുക്ക് ഒരു പ്രയോജനമാകട്ടെ. നന്ദി, നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, പ്രതിസന്ധികളുടെ ഇരുട്ടിൽ മുന്നോട്ടു പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചില വാക്കുകളുണ്ട്. എവിടെ നിന്നോ കേൾക്കുന്ന ഈ ഈണം നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു തിരിവെളിച്ചം കത്തിക്കും. ആ ഗാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദേശീയ ഗീതം പോലെ പ്രിയങ്കരമായ വിശ്വസിച്ച ലക്ഷ്യത്തിലെത്തും എന്ന് നമ്മെ പഠിപ്പിച്ച ഹം ഹോങ്കെ കമ്യബ് എന്ന ഗാനം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദിയാന, റിസ, നിത, നാസ്. हम होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब एक दिन। हो मन में है विश्वास, पूरा है
विश्वास, हम होंगे कामयाब एक दिन। हम होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब एक दिन। हो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन। होगी शांति चारों ओर, होगी शांति चारों ओर, होगी शांति चारों ओर एक दिन। हो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन। हम चलेंगे साथ साथ, डाले हाथों मेरे हाथ, हम चलेंगे साथ साथ एक दिन। हो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन। नहीं डर किसी का आज, नहीं डर किसी का आज, नहीं डर किसी का आज एक दिन। हो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन। हम होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब एक दिन। हो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन। हम होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब एक दिन। हो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन। हम होंगे कामयाब एक दिन, हम होंगे कामयाब एक दिन। हम होंगे कामयाब एक दिन, हम होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब एक दिन। हो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन। അടുത്തതായി നമ്മൾ ഒരു യാത്ര പോവുകയാണ്. കാലം മായ്ക്കാത്ത ഒരു നഷ്ടത്തിൻ്റെ എന്നാൽ വിജയത്തിൻ്റെ ആഴമേറിയ ഓർമ്മകളിലേക്കുള്ള യാത്ര. ചില കവിതകൾ വെറും വാക്കുകളല്ല, അവ ഒരു ജനതയുടെ വികാരമാണ്. യുദ്ധം ജയിച്ച ഒരു കപ്പൽ വിജയത്തിൻ്റെ പതാകയേന്തി തിരിച്ചെത്തുമ്പോൾ കപ്പിത്താൻ മാത്രമില്ലാതാവുന്ന ആ ദുരന്തം, അതാണ് ഈ കവിതയുടെ കാതൽ. ലോകമെമ്പാടുമുള്ള സാഹിത്യപ്രേമികളുടെ കണ്ണു നനയിച്ച വാൾട്ട് വിറ്റ്മാൻ എഴുതിയ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന കവിത ചൊല്ലുന്നത് 8ാം ക്ലാസ്സിലെ ഉമ്മു ഇബാൻ. Oh Captain, my Captain by Walt Whitman. Oh Captain, my Captain, our fearful trip is done. The ship has weathered every wreck. The prize we sought is won. The port is near. The bells are here. The people are exulting. While following ice, the steady keel, the vessel grim and daring. But oh hurt, hurt, hurt. Oh, the bleeding drop of red, where the my captain's life fallen cold and dead. Oh, Captain, my Captain, rise up and hear the bells. Rise up, for you the flag is flung, for you the bugle drills, for you the bouquets and ribbon wreaths, for you the shows are crowding, for you they call the sewing mast. Their eager face is turning. The Captain, dear father, this arm beneath your head, it is some dream that on the deck you are fallen cold and dead. My father, my Captain, does not answer. His lips are pale and still. My father does not feel my arm. He has no pulse, no will. The ship is anchored as safe and sound. The voyage closer and done. From the fearful trip, the victor ship convened in object won. Exult, O shore, ring a bells. But I with mournful tread walk the deck, my captain's life fallen cold and dead. അടുത്തതായി ഹിസ ഫാത്തിമ അവതരിപ്പിക്കുന്നു ഒരു മനോഹരമായ ആക്ഷൻ സോങ്. മാനത്തുണ്ടൊരു വെള്ളിത്താരം, താരത്തിൻ്റെ ഒരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും,
അമ്പിളിയമ്മാവൻ നല്ലൊരമ്പിളിയമ്മാവൻ. മാനത്തുണ്ടൊരു വെള്ളിത്താരം, താരത്തിൻ്റെ ഒരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും. അമ്പിളിയമ്മാവൻ നല്ലൊരമ്പിളിയമ്മാവൻ. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ നോക്കും, നമ്മൾ നടക്കുമ്പോൾ കൂടെ നടക്കും. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ നോക്കും, നമ്മൾ നടക്കുമ്പോൾ കൂടെ നടക്കും. നമ്മളോടുമ്പോൾ കൂടെയോടും, നമ്മൾ ചാടുമ്പോൾ കൂടെ ചാടും. നമ്മളോടുമ്പോൾ കൂടെയോടും, നമ്മൾ ചാടുമ്പോൾ കൂടെ ചാടും. മാനത്തുണ്ടൊരു താരം, താരത്തിൻ്റെ ഒരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും. അമ്പിളിയമ്മാവൻ നല്ലൊരമ്പിളിയമ്മാവൻ. അന്ത്യവേളയിൽ മാനത്ത് പൊങ്ങും, നേരം വെളുക്കുമ്പോൾ കാണൂല. അന്ത്യവേളയിൽ മാനത്ത് പൊങ്ങും, നേരം വെളുക്കുമ്പോൾ കാണൂല. വെള്ളിലെ താരങ്ങൾക്കിടയിലൂടെ ഓടിയൊളിക്കുന്നൊരമ്മാവൻ, വെണ്ണിലെ താരങ്ങൾക്കിടയിലൂടെ ഓടിയൊളിക്കുന്നൊരമ്മാവൻ. മാനത്തുണ്ടൊരു വെള്ളിത്താരം, താരത്തിൻ്റെ ഒരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും. അമ്പിളിയമ്മാവൻ നല്ലൊരമ്പിളിയമ്മാവൻ. അമ്പിളിയമ്മാവൻ നല്ലൊരമ്പിളിയമ്മാവൻ. പ്രിയ കൂട്ടുകാരെ, ഞങ്ങളുടെ പരിപാടികൾ നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിപാടികൾ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ തുടർഭാഗം അടുത്ത ഞായറാഴ്ച 11:30 കേൾക്കാം. അതുവരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. കടന്നമണ്ണ മാദിൻ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത്. ആകാശവാണി 102.7 മഞ്ചേരി FM. ബാലലോകം. ബാലലോകത്തിൽ ഇന്ന് കടന്നമണ്ണ മാദിൻ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സ്വന്തം ബാലലോകത്തിലേക്ക് കടന്നമണ്ണ മാദിൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ലോകം എത്ര മനോഹരമാണ് അല്ലേ? ഇതിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഒരു സംശയവും വേണ്ട, അത് നമ്മുടെ അമ്മ തന്നെയാണ്. കൈകളിൽ താരാട്ടുപാട്ടിന്റെ മധുരവും കണ്ണുകളിൽ സ്നേഹത്തിന്റെ തിളക്കവുമായി നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കരുതലോടെ തണലായി നിൽക്കുന്ന നമ്മുടെ എല്ലാം അമ്മ. സുഭാഷ് ചേർത്തല എഴുതിയ ഹൃദയസ്പർശിയായ അമ്മ എന്ന കവിതയുമായി നമ്മുടെ പ്രിയപ്പെട്ട ആയിഷ നാസ് ഇതാ നിങ്ങളെ കാത്തിരിക്കുന്നു. കേൾക്കാം ആ മനോഹരമായ വരികൾ. മക്കളായി 4 പേരുണ്ടെങ്കിലും അമ്മയേകയാണേകയാണീ ഊഴിയിൽ. അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽ കമ്മ ഭാരമായി തീർന്നുവോ 4 പേർക്കും. നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ 4 വഴിക്കായി പിരിഞ്ഞു പോയി. അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന മണ്ണിലന്നന്തി തിരി കൺ തുറന്നതില്ല. ഉള്ളം തുളുമ്പുന്നൊരോർമ്മകൾ നോവിൻ്റെ ആഴം പെരുക്കി ചിതയെരിച്ചു. ദുശ്ശകൂനം പോലെ അമ്മയെ കണ്ടോരാ മക്കൾ നടന്നു മറയുന്നതും നോക്കി നെഞ്ചു പൊളിഞ്ഞമ്മ നീറി നിന്നു. ചെല്ലക്കഥകൾ നുകർന്നു രസിച്ചോര പേരക്കിടാവോടി വന്ന നേരം ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്തശ്ശിക്കൊപ്പമൊന്നോടിയെത്താൻ. കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ. അന്യയായമ്മൂമനന്തു നിൽക്കെ വിങ്ങി നുറുങ്ങിയോ കുഞ്ഞിൻ മനം. നിർമ്മലർ ബാല്യമേ നിന്നിൽ പക നട്ടൊരച്ഛനും അമ്മയും എന്തു നേടി. മക്കളെ ഓർക്കുക തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂഴുന്ന താപമായി തീരുമീ മാതൃശാപം. ആരോ വിലയിട്ടൊരാനാലു കെട്ടിൻ്റെ നോവു പോലമ്മ പകച്ചു നിന്നു.
പോകാനിടമില്ല എന്നൊരു ദുഃഖമല്ലമ്മ തന്നെഞ്ചിൽ തിളച്ചതപ്പോൾ. മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾക്കായി ഓടിത്തളർന്നൊര അച്ഛൻ്റെ രൂപമാണമ്മയെ വന്നു പൊതിഞ്ഞതപ്പോൾ. അച്ഛനുണ്ടായിരുന്നെങ്കിലെന്നായമ്മ ഉള്ളം തവിച്ചു കൊതിച്ചു പോയി. അച്ഛൻ മറഞ്ഞതിൽ പിന്നെ ഈ അമ്മയെ എന്തേ കിടാങ്ങൾ മറന്നുപോയി. നേരമില്ലമ്മയെ നോക്കുവാനെന്നെല്ലാ മക്കളും ഒന്നായി പറഞ്ഞെങ്കിലും നാൽവരില്ലാരെങ്കിലും വന്നു കൈപിടിച്ചൊപ്പം നടക്കുമെന്നാശിച്ചു പോയി. ആശകൾ പിന്നെയും ബാക്കിയാക്കി പാതി വഴിയിൽ മറഞ്ഞൊര അച്ഛൻ്റെ ഓർമ്മയിലമ്മ പിടഞ്ഞു വീഴേ. കൈപിടിച്ചാരോ നടത്തി ആ അമ്മയെ ശരണാലയത്തിൻ കവാടം വരെ. ഏകയായി തീർന്നൊരി അമ്മ തന്നെഞ്ചിലെ തീയൊന്നണയുവാൻ ഒരു വട്ടമെങ്കിലും പോരുമോ മക്കളെ ഈ വഴിയേ. പ്രതിക്രിയയായി വന്നു കൂട്ടിയാലും തീരുമോ മക്കളെ നിങ്ങളെ പോറ്റിയ പെറ്റ വയറിൻ്റെ തീരാകടം. പെറ്റ വയറിൻ്റെ തീരാകടം. അമ്മയുടെ സ്നേഹം തുളുമ്പുന്ന കവിത കേട്ട് കൂട്ടുകാരുടെ കണ്ണുകൾ നിറഞ്ഞു കാണുമല്ലേ? കവിതയുടെ ഗൗരവം മാറ്റിവെച്ച് ഇനി നമ്മുടെ ചിരിയുടെയും തമാശയുടെയും ലോകത്തേക്ക് കടക്കാം. അടുത്തതായി വരുന്നു ഒരു കിടിലൻ സ്കിറ്റ്. നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം, ആനന്ദിക്കാം, ചിന്തിക്കാം. ഇതാ ബഷീർ രചിച്ച് നമ്മുടെ കൂട്ടുകാരായ 10ാം ക്ലാസ്സിലെ റന ഫാത്തിമ, ദിയ ഹാരിസ്, ഹംന, നദാ റഹ്മാൻ, സൊബ, ഹിബ എന്നിവർ അവതരിപ്പിക്കുന്ന മനോഹരമായ സ്കിറ്റ് ആനപ്പൂട. ബഷീറേ, ഡാ ബഷീറേ, ഓൻ എന്തേ? ഓൻ എപ്പോഴും പുറത്ത് ചാടിയില്ല. ബഷീറേ, ഡാ ബഷീറേ, എഴുന്നേക്കട ശൈത്താനെ. ഉമ്മ കുറച്ചേരം കിടക്കട്ടുമ്മ. എഴുന്നേക്കട ശൈത്താനെ. ഉമ്മ അന്റെ നിക്കർ ഇന്നും നഞ്ഞ. അല്ലോ എന്തൊരു നാറ്റാ. എന്താ എന്താ അവിടെ ഉമ്മയും ബഷീറും വഴക്കാ? ഇങ്ങളിങ്ങ വരി, ഓൻ ഇന്നും പണി പറ്റിച്ച് പായലും ഉള്ളിക്കണേ. ഞാനല്ല പായ കിടന്ന് മുഴുവനെന്ന് പഞ്ഞില്ലേ. ഇജ്ജല്ലാണ്ട് പിന്നെ ആരാണ്ടാ? അത് ഓനാ, അബ്ദുൽ ഖാദർ. ഓന് മുള്ളി എങ്ങനാടാ അന്റെ നിക്കറ് നനയണേ? ബേജാറാവണ്ടേരി, നമുക്കൊരു കാര്യം ചെയ്യാന്നേ. ഈ ചേച്ചി പൊയ്ക്കല്ലരി വറുത്ത് പൊടിച്ച് മന്ത്രം ചൊല്ലിങ്ങ് കൊട്. എന്നിട്ട് നില്ലെങ്കിലും രാമനാരുടെ കൊമ്പന്റെ കാലിക്കൂടെ നോടിക്ക. അവിടെ നിൽക്കും അവന്റെ കിടന്നുമുള്ളല്. അല്ലാ, ഇതാരാണ് വരണത്? നമ്മുടെ മൊഞ്ചത്തി രാധാമണിയല്ലേ? ബഷീർ എഴുന്നേറ്റില്ലേ ഉമ്മ? ഡാ ബഷീറേ, ഇജ്ജ് വേഗം പോയി നിക്കറ് മാറി വരെ. ഷോ, എന്നും കിടന്ന് മുള്ളിയല്ലേ, ഇടക്കിടന്ന് മുള്ളി. ഞാനല്ല പായ കിടന്ന് മുള്ളണെന്ന് പഞ്ഞില്ലേ. ഡാ പോയി നിക്കറ് മാറിന്റെ ഹംകെ. അല്ലോ, അടുപ്പത്തെ മീൻ കൂട്ടാൻ എന്തായോ? ഇടക്കിടന്ന് മുള്ളി. എന്റെ അമ്മോ, ഞാൻ പേടിച്ചു പോയല്ലോടാ കിടന്ന് മുള്ളി. ഞാനല്ല പായ കിടന്ന് മുള്ളണെന്ന് പഞ്ഞില്ലേ. ഈ അല്ലാണ്ട് പിന്നെ ആരാ? ഇബ്ലീസാ? രാധാമണി, ആര് വേണമെങ്കിലും എന്നെ കിടന്നു മുള്ളിന്ന് വിളിച്ചോട്ടെ, പക്ഷെങ്കിൽ നീ എന്നെ അങ്ങനെ വിളിക്കരുത്. അതെന്താ ബഷീറെ അങ്ങനെ? അത് പിന്നെ അന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്നെയോ? നേരാണോ ബഷീറെ? അതെ, അല്ലാഹു ആണ് അന്നെ എനിക്ക് പെരുത്ത ഇഷ്ടാ. എന്നാലേ എനിക്കൊരു സാധനം കൊണ്ടുവരൂ. എന്താ രാധാമണി? ഒരാനവാല്. അല്ലോ, ആനവാലോ? അതിനിപ്പം നമ്മൾ എവിടെ പോവാനാ? എൻ്റെ വാപ്പാൻ്റെ ചെങ്ങായല്ലേ ആനക്കാരൻ രാമൻ നായർ. ചെങ്ങായൊക്കെ തന്നെ, പക്ഷെങ്കിൽ എങ്ങനെ ഒപ്പിക്കും? എനിക്കിപ്പം തന്നെ വേണം, ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചു പോവും. മാണോരെ കിടന്നുമുള്ളി വരുന്നുണ്ട്. ഡി ഭയങ്കരീ. എന്നാലും
ഇത്രയും വേണ്ടായിരുന്നു. എനിക്കിപ്പം തന്നെ വേണം, ഇപ്പം തന്നെ വേണം. അല്ലോ, എൻ്റെ ഒരു കാര്യം, ഞാൻ കൊണ്ടുവരാ ആനവാല്. എന്നാ നീ ഇല്ലത്തേക്ക് ചെല്ലേ. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. ഇതാരോടും പറയാൻ നിൽക്കണ്ട, ഞാൻ ഓടിപ്പോയിട്ട് വരാം. ആന ഇവിടെ ഇല്ലല്ലോ, ഉമ്മറത്തുമാരെയും കാണുന്നില്ല. ഇവിടെ ആരും ഇല്ലേ? ഐ, ആരാ അത്? ആരായാലും ഇങ്ങോട്ട് കേറി വരിക. ഞാൻ ബഷീറാ. ഉപ്പ പറഞ്ഞു കൊമ്പന് കാലിക്കൂടി ഒന്ന് ഓടണമെന്നേ. അതെന്താ ബഷീറേ? ആന കുളക്കടവിലുണ്ട്. പാപ്പാൻ രാമൻ നായരുണ്ട് കേട്ടോ. നീ അങ്ങോട്ട് ചെല്ലുക. ശരി തമ്പ്ര. എന്നാ അങ്ങനെ ആട്ടെ. ഹോ, ഈ ചെക്കൻ്റെ ഒരു ഓട്ടം. പാപ്പാനേ, ഓയ് ആനപ്പാപ്പാനേ, ആനപ്പാപ്പാനേ. ആരോടാ അവിടെ കിടന്ന് തൊള്ള തുറക്കണേ? ഞാനാ ബഷീറാ. അപ്പൊ നീയാണല്ലേ പായ കിടന്ന മുള്ളണ ബഷീർ? അല്ല, ഞാൻ അല്ല പായ കിടന്ന് മുള്ളണത്. പാപ്പാനേ, ഞാൻ ഈ ആനയെ ഒന്ന് കുളിപ്പിച്ചോട്ടെ? നീ കുളിപ്പിച്ചോ, ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. അല്ലോ, ഇത് എന്തൊരു വലിയ ആനയാ. ഇതിനിപ്പോ എങ്ങനെ ആനവാല് പറിക്കാനാ? ആ, കിട്ടിപ്പോയി. രാധാമണി, നിനക്ക് വേണ്ടത് ആനവാലല്ലേ? ഇപ്പൊ കൊണ്ടുവരാ. കുട്ടിശങ്കരാ, അനങ്ങല്ലേ, അനങ്ങല്ലേ. അല്ലോ, കിട്ടിപ്പോയി. അല്ലോ, ഇത് കൊടുത്താൽ രാധാമണിക്ക് പെരുത്തിഷ്ടാകും. രാധാമണി, രാധാമണി, കിട്ടിപ്പോയി ആനവാല്. എവിടെ? ഞാനൊന്ന് കാണട്ടെ. ദാ എൻ്റെ ചുരുട്ടി പിടിച്ച കൈക്കകത്തുണ്ട് ആനവാല്. ഞാനൊന്ന് കാണട്ടെ. ദാ ആനവാല്. അയ്യേ, ഇത് ആനവാലല്ല, ഇത് ഒരു ആനപ്പൂടയാ. ഞാൻ ചോദിച്ചത് ആനവാല, മോതിരം കെട്ടാനുള്ള ആനവാല്. അപ്പോ ഇതല്ലേ നീ പറഞ്ഞ ആനവാല്? അല്ല, ഇത് ഒരു ആനപ്പൂടയാ. അപ്പോ ഇനി എന്നെ കിടന്നുമുള്ളിന്ന് വിളിക്കുമല്ലേ? ഇല്ല, ഞാനിനി ബഷീറിനെ കിടന്നുമുള്ളി എന്ന് വിളിക്കില്ല. ശരിക്കും? സത്യം, ഞാനിനി ബഷീറിനെ ആനപ്പൂട ബഷീറേന്നെ വിളിക്കൂ. ഞാൻ ആനപ്പൂട ബഷീർ അല്ല. ആനപ്പൂട ബഷീറേ. ഞാൻ ആനപ്പൂട ബഷീർ അല്ല. കൂട്ടുകാരെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനപ്പൂട എന്ന സ്കിറ്റ് നമ്മൾ ഒരുപാട് ആസ്വദിച്ചു അല്ലേ? ചിരിയും ചിന്തയും നിറഞ്ഞ ആ രംഗങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ടാകും. ഇതോടുകൂടി ഇന്നത്തെ ബാലലോകം പരിപാടിയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ആകാശവാണി മഞ്ചേരി FM-ൽ ഇങ്ങനെയൊരു അവസരം ലഭിക്കുക എന്നത് ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഈ അവസരം നൽകിയ മഞ്ചേരി FM-നോട് മൈദിൻ പബ്ലിക് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പേരിൽ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ബാലലോകത്തിൽ ഇതുവരെ കേട്ടത് കടന്നമണ്ണ മൈദിൻ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. ആകാശവാണി 102.7 മഞ്ചേരി FM ബാലലോകം.